നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഏറെ പ്രതീക്ഷയോടെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ നടപ്പിലാകും മുൻപേ പാളുമോ എന്ന ആശങ്ക ശക്തം. സമാധാനത്തിനുള്ള ചർച്ചകൾക്കിടയിലും ഇറാനിൽ ഭരണകൂടത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന വൻ റാലികൾ നടന്നു. ഫെബ്രുവരിയിൽ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ മരണാനന്തരമുള്ള 40ാം നാൾ ആചരിക്കുന്നതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകളാണ് ടെഹ്റാനിലെ തെരുവുകളിൽ അണിനിരന്നത്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരായ പോരാട്ടത്തിൽ ഇറാന്റെ വിജയം ആഘോഷിക്കുന്ന ചടങ്ങായാണ് ഔദ്യോഗിക മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിന് ധാരണയായെങ്കിലും വ്യവസ്ഥകളെ ചൊല്ലിയുള്ള കടുത്ത തർക്കം മേഖലയെ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാക്കിയിരിക്കുകയാണ്. സമാധാന കരാർ വെറും കടലാസിൽ ഒതുങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഫെബ്രുവരി 28 ഇസ്രയേൽ US ആക്രമണത്തിലാണ് അലി ഖമനേയി കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ടെഹ്റാൻ, ഊമിയ, ഗോഗാൻ എന്നിവിടങ്ങളിൽ നടന്ന അനുസ്മരണ ചടങ്ങുകളിൽ വൻ ജനപങ്കാളിത്തം ദൃശ്യമായി. ഖമേനിയുടെ ചിത്രങ്ങളും ഇറാന്റെ ദേശീയ പതാകകളും ഏന്തിയ ജനക്കൂട്ടം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഇറാൻ, ഇറാഖ്, ലെബനൻ, യമൻ എന്നിവിടങ്ങളിൽ പൂർണ്ണമായ യുദ്ധം അവസാനിപ്പിക്കാനാണ് ധാരണയായതെന്നും ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ ഈ വെടിനിർത്തൽ കരാർ ലെബനന് ബാധകമല്ലെന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നിലപാടാണ് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നത്. കരാറിലെ അവ്യക്തതകൾ ഇരുപക്ഷവും തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുകയാണിപ്പോൾ. വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം ലെബനനിൽ ഇസ്രായേൽ ആക്രമണം അതിശക്തമാക്കി. ഹിസ്ബുള്ളയുടെ 100-ലധികം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തി. കഴിഞ്ഞ ദിവസം മാത്രം 180-ലേറെ പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ പൂർണ്ണമായും നിരായുധരാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അതിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിരുന്നു. കൊല്ലപ്പെട്ട ഖമനേയിയുടെ മകൻ മൊജ്തബ ഖമനേയിയാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി നിയമിതനായത്. എന്നാൽ പിതാവ് കൊല്ലപ്പെട്ട അതേ ആക്രമണത്തിൽ പരിക്കേറ്റ അദ്ദേഹം ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇത് ഇറാനിലെ പുതിയ നേതൃത്വത്തെക്കുറിച്ച് ചില അഭ്യൂഹങ്ങൾക്കും വഴിമാറുന്നുണ്ട്. അതേസമയം പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ടെഹ്റാനിലെ അനുസ്മരണ പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു. സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം ശനിയാഴ്ച പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെത്തും. ഇറാനുമായുള്ള ചർച്ചകളുടെ അടുത്ത ഘട്ടം ഇവിടെ വെച്ചാണ് നടക്കുക. എന്നാൽ അമേരിക്കയുടെ വാഗ്ദാനങ്ങൾ കപടമാണെന്നും ചരിത്രം ആവർത്തിക്കുമെന്നുമാണ് ഇറാനിലെ പ്രക്ഷോഭകർക്കിടയിലുള്ള പൊതുവികാരം. വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുന്നതിനെതിരെ ഇറാനിലെ യുവതലമുറയിൽ കടുത്ത പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. നേതാവ് ഇപ്പോഴും ജീവിക്കുന്നു, വിജയം നമുക്കൊപ്പമാണെന്നാണ് ടെഹ്റാനിലെ തെരുവുകളിൽ ഉയർന്ന പ്രധാന മുദ്രാവാക്യം. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ നിന്നും ഇറാൻ പിന്മാറണമെന്നും തിരിച്ചടി നൽകണമെന്നുമാണ് ജനക്കൂട്ടത്തിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. യുദ്ധം രൂക്ഷമായതോടെ തടസ്സപ്പെട്ട ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്കുനീക്കം ഭാഗികമായി പുനരാരംഭിച്ചത് ആഗോള വിപണിയിൽ വലിയ ആശ്വാസം നൽകുന്നുണ്ട്. UAE-യിൽ നിന്നുള്ള എണ്ണയുമായി ഒരു കപ്പൽ ഈ പാതയിലൂടെ കടന്നുപോയി. ലോകത്തെ എണ്ണവാതക നീക്കത്തിന്റെ 5-1 നടക്കുന്നത് തന്ത്രപ്രധാനമായ ജലപാതയിലൂടെയാണ്. അതിനിടെ ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയെ നിരായുധരാക്കി സമാധാനം സ്ഥാപിക്കാനാണ് നീക്കമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമണം നിർത്താതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന നിലപാടിലാണ് ഹിസ്ബുള്ള അനുകൂലികൾ. വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവി നിശ്ചയിക്കും.